ഇന്ത്യക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പുച്ഛിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. സ്വന്തമായി ഒരു നല്ല തോക്ക് പോലും നിർമ്മിക്കാൻ ശേഷിയില്ലാത്ത രാജ്യം, എന്തിനും ഏതിനും വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന രാജ്യം, സാങ്കേതിക വിദ്യയിൽ എന്നും ദരിദ്രരായ രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെയും ഇവിടുത്തെ ജനങ്ങളെയും നിരന്തരം കളിയാക്കിയവർക്ക് മുഖത്തേറ്റ വൻ പ്രഹരമാണ് ഇപ്പോൾ ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും പുറത്തു വന്നത്. അസാധ്യമായതിനെ സാധ്യമാക്കുക, അതാണ് നരേന്ദ്രമോദി എന്ന ലോകം അംഗീകരിച്ച ഭരണാധികാരിയുടെ ശൈലി. ഇന്ന് ലോകത്തിന് മുൻപിൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും അമ്പരപ്പോടെയും ഭയത്തോടെയും നോക്കി നിൽക്കുന്ന ഒരു മഹാവാർത്തയാണിത്. ഇന്ത്യ സ്വന്തമായി ആയുധമുണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ പാർലമെന്റിലും പുറത്തും ഇരുന്ന് ചിരിച്ചവർ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും വെറും കടലാസ് പദ്ധതികളാണെന്ന് പറഞ്ഞ് TV ചാനലുകളിൽ ഇരുന്ന് തള്ളിക്കളഞ്ഞവർ, അവർക്കൊക്കെ മുൻപിൽ ഇന്ന് അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1.78 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 15.6% വൻ വർധനവാണ് രാജ്യം ഒറ്റയടിക്ക് കൈവരിച്ചത്. ഇതിനെയാണ് യഥാർത്ഥ കുതിപ്പ് എന്ന് വിളിക്കേണ്ടത്. ലോകത്തെ വൻ ശക്തികളായ അമേരിക്കയും റഷ്യയും ചൈനയെ പോലും ഇന്ന് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഈ മാസം കണ്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട്, വിദേശ ശക്തിയുടെ മേൽക്കോയ്മ അവസാനിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയെ ആഗോള പ്രതിരോധ ഭൂപടത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വലിയ നേട്ടത്തിന്റെ ആഴവും വലിപ്പവും പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം ചരിത്രം പിന്നോട്ട് പോയി പരിശോധിക്കണം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥ ശരിക്കും ദയനീയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിരുന്നു ഇന്ത്യ. ഒരു ചെറിയ ബുള്ളറ്റ് മുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വരെ വാങ്ങാൻ ഇന്ത്യ റഷ്യയുടെയോ അമേരിക്കയുടെയോ ഫ്രാൻസിന്റെയോ മുൻപിൽ കോടിക്കണക്കിന് രൂപയുമായി ക്യൂ നിൽക്കണമായിരുന്നു. നമ്മുടെ നികുതിപ്പണമായ കോടാനുകോടി രൂപയാണ് വിദേശ കമ്പനികളുടെ പോക്കറ്റിലേക്ക് അക്കാലത്ത് ഇന്ത്യ ഒഴുക്കിക്കളഞ്ഞത്. ഇവിടെ ഡൽഹിയിലെ ഭരണകേന്ദ്രങ്ങളിൽ അഴിമതിയും ചുവപ്പ് നാടയും ഉദ്യോഗസ്ഥ മേധാവിത്വവും മാത്രമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഒരു പുതിയ തോക്കോ വിമാനമോ വാങ്ങാനുള്ള കരാർ ഒപ്പിടാൻ പോലും വർഷങ്ങളോളം ഫയലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികർക്ക് ആവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ സുരക്ഷാ ഉപകരണങ്ങളോ കൃത്യസമയത്ത് കിട്ടിയിരുന്നില്ല. അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും അതിർത്തികളിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുമ്പോഴും അതിർത്തി കടന്നു വന്ന് ഭീകരാക്രമണം നടത്തുമ്പോഴും ശക്തമായ ഒരു മറുപടി നൽകാൻ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അന്നത്തെ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഭാരതത്തിന്റെ മണ്ണിൽ നരേന്ദ്രമോദി യുഗം ആരംഭിച്ചതോടെ കഥ ആകെ മാറി മറിഞ്ഞു. ഇനി ഇന്ത്യ ആരുടെയും മുൻപിൽ കൈനീട്ടില്ല. ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈകളാൽ ഈ മണ്ണിൽ തന്നെ നിർമ്മിക്കുമെന്ന ശക്തമായ ആഹ്വാനത്തോടെയാണ് അദ്ദേഹം ഭരണമാറ്റത്തിന്റെ തുടക്കമിട്ടത്. അതിന്റെ ഭാഗമായാണ് മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത ഭാരതം എന്ന വിപ്ലവകരമായ പദ്ധതിയും ആവിഷ്കരിച്ചത്. ഇത് വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയില്ല. അതിനായി നിയമങ്ങൾ പരിഷ്കരിച്ചു, പ്രതിരോധ സംഭരണ നടപടികൾ ലളിതമാക്കി, അഴിമതിയുടെ വേരുകൾ അറുത്തുമാറ്റി. മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം ഏകദേശം 4 ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിൽ വെറും 43,000 കോടി രൂപയായിരുന്ന പ്രതിരോധ ഉൽപാദനമാണ് ഇന്ന് 1.78 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നത്. ഇത് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നയപരമായ പരിഷ്കാരങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും മാത്രം വിജയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യമുള്ള ഭാരതത്തെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യമെന്ന അപമാനത്തിൽ നിന്നും ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വൻ ശക്തി എന്ന പദവിയിലേക്ക് നരേന്ദ്രമോദി എന്ന ഒരൊറ്റ നേതാവ് കൈപിടിച്ചുയർത്തുകയായിരുന്നു. ഈ മഹാവിജയത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണെന്നറിയാമോ? രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് പ്രതിരോധ നിർമ്മാണത്തിൽ നൽകിയ വലിയ സ്വാതന്ത്ര്യവും പങ്കാളിത്തവുമാണ്. മുൻപ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓർഡിനൻസ് ഫാക്ടറികൾക്ക് മാത്രം കുത്തകയുണ്ടായിരുന്ന ഈ മേഖലയിലേക്ക് ഇന്ത്യൻ സ്വകാര്യ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും മോദി സർക്കാർ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തു. ഇന്ന് ആകെ ഉൽപാദനത്തിന്റെ 24%, അതായത് ഏകദേശം 42,000 കോടി രൂപയുടെ അത്യാധുനിക പ്രതിരോധ സാമഗ്രികളാണ് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ മാത്രം നിർമ്മിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം 22% നിന്നും 24% കുതിച്ചുയർന്നു. ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആധുനിക ഡ്രോണുകൾ, ശത്രുവിന്റെ റഡാറുകളെ കണ്ണുവെട്ടിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ, റോബോട്ടിക് സാങ്കേതികവിദ്യ എന്നിവയെല്ലാം നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരുടെയും കമ്പനികളുടെയും ബുദ്ധിയിൽ
വിരിഞ്ഞതാണ്. ടാറ്റ പോലുള്ള വൻകിട കമ്പനികൾ മുതൽ നൂറുകണക്കിന് പ്രതിരോധ സ്റ്റാർട്ടപ്പുകൾ വരെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ അതിവേഗം നിർമ്മിച്ച് നൽകുകയാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് വലിയൊരു ഉണർവ് നൽകുകയും ചെയ്യുകയാണ്. ഇന്ത്യയുടെ ഈ അസാധാരണ കുതിപ്പ് ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് ആർക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ അതിർത്തികളിൽ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന പാകിസ്ഥാനും ചൈനയ്ക്കുമാണത്. ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, അവ ലോക വിപണിയിൽ വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവരെ ഭയപ്പെടുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ എന്ന ചരിത്ര നേട്ടത്തിലാണ് എത്തിയത്. ഏഷ്യ, ആഫ്രിക്ക, പശ്ചിമേഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ മേഖലകളിലെ 80-ലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ഇന്ന് അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ കയറ്റി അയക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ആകാശ മിസൈൽ സംവിധാനവും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങളും ലോകവിപണിയിൽ തരംഗമാവുകയാണ്. എപ്പോഴും അതിർത്തിയിൽ വന്ന് പ്രകോപനമുണ്ടാക്കുന്ന പാകിസ്ഥാന്റെ പട്ടിണി അവസ്ഥ ലോകത്തിനറിയാം. തങ്ങളുടെ സാങ്കേതിക വിദ്യയാണ് മികച്ചതെന്ന് അഹങ്കരിച്ചിരുന്ന ചൈനയ്ക്ക് ഏഷ്യൻ വിപണിയിൽ ഇന്ത്യ ഉയർത്തുന്ന മത്സരം വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഗുണമേന്മയുള്ള ആഗോള അംഗീകാരമാണ് ഈ റെക്കോർഡ് കയറ്റുമതി എന്ന് പറയുന്നത്. പക്ഷെ മോദി സർക്കാർ ഇവിടം കൊണ്ടൊന്നും ഈ കുതിപ്പ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയ വിപ്ലവത്തിന്റെ ട്രെയിലർ മാത്രമാണിത്. വരുന്ന 2029 സാമ്പത്തിക വർഷത്തോടെ രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയായി ഉയർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി കഴിഞ്ഞു. വെറും വാക്കിലല്ല, ഇതിനായി മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അത്യാധുനിക വെടിക്കോപ്പ് നിർമ്മാണ ഹബ്ബുകൾ സ്ഥാപിക്കാനുള്ള ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക, ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഒരു വൻ ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവ് കാണിച്ച വഴിയിലൂടെ രാജ്യം ഇന്ന് വിസ്മയകരമായി മുന്നേറുകയാണ്. ഇനി ആരും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വരില്ല. കാരണം ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാൻ അറിയുന്ന, ശത്രുവിന്റെ കോട്ടയിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ശേഷിയുള്ള ആത്മനിർഭർ ഭാരതമാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യ വെറുതെ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം, നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ കേട്ടോളൂ, ശത്രുവിന്റെ കോട്ടകളെ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഇന്ന് ഇന്ത്യക്ക് സ്വന്തമാണ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ പറന്നു ചെന്ന് ലക്ഷ്യം തകർക്കുന്ന ഈ മിസൈൽ ഇന്ന് കരയിൽ നിന്നും കടലിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും ഒരേപോലെ തൊടുക്കാൻ ഭാരതത്തിന് സാധിക്കും. പല രാജ്യങ്ങളും, പല വിദേശ രാജ്യങ്ങളും കോടികൾ തന്ന് ഈ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യയിൽ ക്യൂ നിൽക്കുകയാണ്. ഇതിനൊപ്പം ശത്രുക്കളുടെ വിമാനങ്ങളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടാൻ ശേഷിയുള്ള ആകാശ് മിസൈൽ സംവിധാനവും ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള ശത്രു വിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള അസ്ത്ര മിസൈലുകളും ഇന്ന് നമ്മുടെ ഫാക്ടറികളിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. എങ്ങനെയാണ് ദശാബ്ദങ്ങളായി മാറാത്ത ഒരു രാജ്യം വെറും 10-12 വർഷം കൊണ്ട് ഇങ്ങനെ മാറി മറിഞ്ഞത്? അതിനുള്ള ഒരേ ഒരു ഉത്തരം നരേന്ദ്രമോദി എന്ന ശക്തനായ ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യം മാത്രമാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയോ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയോ ഉള്ള താൽക്കാലിക പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള സുരക്ഷിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇന്ത്യക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന് വിദേശ ശക്തികൾ വിധിയെഴുതിയ ഇടത്തു നിന്നാണ് സ്വന്തം ആളുകളിൽ നിന്ന്, സ്വന്തം നാട്ടിലെ യുവാക്കളിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ആത്മനിർഭർ ഭാരത് എന്ന ഈ സിംഹഗർജനം നടത്തിയത്. വിദേശ കമ്പനികളുടെയും അവരുടെ ഇന്ത്യൻ ഏജന്റുമാരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അഴിമതിയുടെ ചുവപ്പ് നാടകൾ ഓരോന്നായി അറുത്തുമാറ്റാൻ നെഞ്ചുറപ്പുള്ള ഒരു നേതാവിന് മാത്രമേ സാധിക്കൂ. എന്തായാലും ഇന്ത്യയുടെ ഈ പ്രതിരോധ മേഖലയിലുള്ള വൻ കുതിപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.